ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ ഞാൻ അമിതമായ രാഷ്ട്രീയം പറയില്ല എന്ന് തീരുമാനിച്ചാണ് ഈ ചർച്ചയിൽ വന്നത്. പക്ഷേ ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രേക്ഷകരോട്. ഇത്രമാത്രം നിർവികാരതയോട്, ഇത്രമാത്രം ഡെനിയലോടുകൂടി, ഇത്രമാത്രം ഒരു അജണ്ട വെച്ച് ഒരു ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അവസരം എത്തുന്നതിന് മുമ്പ് പോലും എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടതായിട്ട് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാവപ്പെട്ട മനുഷ്യൻ, മകനെ നഷ്ടപ്പെട്ട മനുഷ്യൻ വന്നിരുന്ന് പറഞ്ഞതാണ് അയാളെ ആ കുറ്റവാളികളെ പരീക്ഷ, അതിനെ രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ആക്ഷേപിക്കുന്നത്. എന്തൊരു ഇൻസെൻസിറ്റീവ്നെസ് ആണിത്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക? ഞാൻ കൃത്യമായിട്ട് ഇന്ന് ഈ ചർച്ച കാണുമ്പോൾ പോലും ഈ പിഞ്ചു മക്കളുള്ള, ഞാൻ 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛനാണ്. ഞാൻ ആ വികാരത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സമാനരായ പ്രായത്തിലുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർ ഒരുപക്ഷെ ഈ ചർച്ചയിൽ കാണുന്നത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സംവിധാനം ഈ കഴിഞ്ഞ 9 വർഷം ഈ സർക്കാർ ചെയ്ത ക്രിയേറ്റീവ് നടപടി ഒന്നുപോലും പറയാനില്ലാത്തതുകൊണ്ടല്ലേ ശ്രീ അനിൽകുമാർ ഈ ചർച്ച വഴിതിരിച്ച് ഏതോ വഴിക്ക് നിഖിൽ പൈലി മറ്റേ പൈലി കൊണ്ടുവന്നത് അല്ലേ? രാജു പി നായർ അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കൂ. അതെ ഹാഷ്മി, അതിലേക്ക് ഞാൻ വരാം. ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഇന്ന് നിയമസഭയ്ക്കകത്തുണ്ടായതും ഇതേ ഡെനിയലാണ്. നോക്കൂ, ഇവിടുത്തെ കുട്ടികളുടെ മൊബൈൽ യൂസേജും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കും. ഉണ്ടെങ്കിൽ ഉണ്ട്. അതിനെ അഡ്രസ് ചെയ്യേണ്ടത് ആരാ? അച്ഛനമ്മമാർ മാത്രമാണോ? ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യേണ്ട രീതിയിൽ അവയർനെസ് നടത്തുകയും എല്ലാം നടത്തുക ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്ന് വാട്സാപ്പുകളിലേക്ക് വരുന്ന നമ്മൾക്ക് പണ്ട് കണ്ടാൽ ചോര മരവിച്ചു പോകുന്ന രീതിയിലുള്ള ക്രൂരതയുള്ള വീഡിയോകൾ ഇന്ന് കുട്ടികളും വലിയവരും ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിനൊന്നും ആരും തള്ളിക്കളയുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ അതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടതും കുട്ടികൾക്ക് അതിനകത്ത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതും സർക്കാരിന്റെ ചുമതലയല്ലേ? ആ സർക്കാരിന്റെ ചുമതല ചെയ്യാതെ ഇവിടെ വന്ന് ഈ മാതാപിതാക്കളെയും കുട്ടികളുടെ മീഡിയയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നോക്കൂ, ഇന്നത്തെ നിയമസഭയിൽ സംസാരിച്ചെന്താ? എന്ത് പ്രോആക്റ്റീവായിട്ടുള്ള എന്ത് നടപടികൾ ഉണ്ടായിട്ടുണ്ട്? മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ, ആദ്യം തന്നെ അദ്ദേഹത്തിന് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് പ്രകോപിതനായി. അനിൽകുമാറിന്റെ ഒരേ സ്കൂളാണല്ലോ, എങ്ങനെയാണ് ചർച്ച തിരിച്ചുവിടാൻ പറ്റുന്നത് എന്ന് നോക്കിയതായിരിക്കാം. അങ്ങനെ പ്രകോപിതനായി പറഞ്ഞു. കേസുകളുടെ എണ്ണം പറയുന്നതിനപ്പുറം എന്ത് നടപടിയുണ്ട്? ഹാഷ്മി, ഒരു വിശാലാർത്ഥത്തിൽ ഞാൻ പറയാം, അത് ഒരു വിവാദമൊന്നും ആക്കണ്ട. പക്ഷെ ഞാൻ പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇരകളാണ്. ഞാൻ ആ ചിന്ത എടുക്കുന്ന മയക്കുമരുന്നവർ ഉപയോഗിക്കുന്നവർ ഇരകളാണ്. ഒരു പക്ഷെ അവരുടെ സമൂഹത്തിനകത്തുള്ള വീടുകളിലെ ഒറ്റപ്പെടലിന്റെ എല്ലാം സാഹചര്യത്തിൽ വീണു പോകുന്ന തെറ്റാണ്. ഒരു സംസ്ഥാനത്ത് ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ആ ഇരകൾക്ക് എത്തുന്ന സപ്ലൈ ചെയിൻ കട്ട് ചെയ്യലാണ്. ആ സപ്ലൈ ചെയിനിലേക്ക് എത്തുന്ന ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എന്ന് സമീപ കാലഘട്ടത്തിൽ എല്ലാം തീരുമാനിക്കും. എവിടെയാണ് പോലീസിന്റെ സാന്നിധ്യം? ഹാഷ്മി എറണാകുളം പട്ടണത്തിലാണല്ലോ. ഹാഷ്മി രാത്രി ഒരു 12-1 മണിയാകുമ്പോൾ ഇറങ്ങി ഒന്ന് ഈ നഗരത്തിലൂടെ നടന്നു നോക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് 12:30 മണിക്ക് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഉദയംപേരിലേക്കുള്ള വീട്ടിലേക്ക് 15 കിലോമീറ്റർ സഞ്ചരിച്ചു. ആ യാത്രയിൽ മുഴുവൻ നിരവധി നിയമലംഘനങ്ങൾ കാണാൻ സാധിച്ചു. ട്രിപ്പിൾസും 4 പേരുമൊക്കെ ഇരുന്ന് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ ചീറിപ്പായുന്ന സ്റ്റണ്ടുകൾ, സിഗ്നലുകൾ ശ്രദ്ധിക്കാതെ മറികടക്കുന്ന യുവത്വം, കലൂരിലും കടവന്ത്രയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്ന ചെറുപ്പക്കാർ, ഇതെല്ലാം കണ്ടു. ഞാൻ കാണാതിരുന്നത് ആ 15 കിലോമീറ്ററിൽ പോലീസുകാരെ മാത്രമാണ്. ഒരൊറ്റ പോലീസുകാരൻ ഈ കൊച്ചി എന്ന് പറയുന്ന നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് 2 സ്ത്രീകൾ ഇവിടെ മരിക്കാനുണ്ടായ സാഹചര്യം. 18 കിലോമീറ്റർ റോഡ് റേജ് നടന്നിട്ട് അത് കണ്ടുപിടിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ലാത്ത അവസ്ഥയിലായി. ഞാൻ ചില പോലീസുകാരോട് ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു, ഇതാണ് ഞാൻ കണ്ടത്. പറഞ്ഞത്, രാജസാറേ, ഞങ്ങൾക്ക് ഇറങ്ങാൻ വണ്ടിക്കടിക്കാൻ ഡീസൽ പോലും ഇല്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണ്. ഹാഷ്മി, കഴിഞ്ഞ എത്ര നാളായി ഹാഷ്മി മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഒരു ഷാഡോ പോലീസ് മയക്കുമരുന്ന് പിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷാഡോ പോലീസ് എല്ലാ ദിവസവും വരുന്നുണ്ട് മയക്കുമരുന്ന് പിടിക്കുന്ന വാർത്ത. എക്സൈസ് ഇന്റലിജൻസ് സംവിധാനമുണ്ട്, എഫക്റ്റീവായി പ്രവർത്തിക്കും. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം പിടിക്കുന്നതിന്റെ 50 ഇരട്ടി വരുക. അപ്പൊ നമുക്ക് അത് തടയാൻ എന്താണ് ഒരു ഫുൾ പ്രൂഫ് മാർഗം എന്നത് എല്ലാവരും കൂടെ. രാജു പി നായർ, ഞാൻ കരുതുന്നില്ല സർക്കാർ മാത്രം വിചാരിച്ച ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സർക്കാരും പ്രതിപക്ഷവും ഇവിടുത്തെ സംഘടനകളും ഇവിടുത്തെ ക്ഷേത്ര മഹല്ല് പള്ളി കമ്മിറ്റികളും ഇവിടുത്തെ NGOകളും ഇവിടുത്തെ ഇറങ്ങാവുന്ന മനുഷ്യർ മൊത്തം ഇറങ്ങിയുന്ന ഒരു വൻമതിൽ തീർക്കേണ്ട കാലമാണ്. രാഷ്ട്രീയം പറയേണ്ട സമയമല്ല രാജു പി നായർ. ഹാഷ്മി, അത് തന്നെയാണ് പറയുന്നത്. ഞാൻ എന്റെ വ്യക്തിപരമായ നിലയ്ക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ ഇതിന്റെ പ്രചരണ പരിപാടികളായിട്ട് ഇറങ്ങുകയാണ്. മുഴുവൻ ആൾക്കാരും ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ
പോലീസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? എക്സൈസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? അതിനിടയ്ക്ക് ഹാഷ്മി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടോർത്ത്, അനിൽകുമാർ അതിനേക്കാൾ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വളരെ ഉത്തരവാദിത്തമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനിടയ്ക്ക് നടത്തി. മറന്നുപോകരുത്, മതപരമായ സ്ഥാപനങ്ങളിൽ കൊല്ലും കൊലയും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ വിഷയത്തെ രക്ഷപ്പെടാൻ കഴിയുമോ? പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റുമോ? അത് പറയാതിരിക്കാൻ പറ്റുമോ? ഇവര് കാണിക്കുന്ന ഇതിനകത്തുള്ള കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് പറയണ്ടേ? ഈ ഞാൻ നോക്കൂ ഹാഷ്മി, നമ്മുടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള് അതിനകത്ത് ഇട്ടിരിക്കുകയാണ്, അവർ പരീക്ഷ എഴുതിക്കോട്ടെ, പാസ്സാവുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവന്മാർ അവരെ പരീക്ഷ എഴുതാതെ റാങ്ക് കൊടുക്കും. സാധാരണ ജനങ്ങൾക്ക് ഈ സർക്കാരിനുള്ള വിശ്വാസം അതാണ്. ഈ സർക്കാരിന്റെ മുഴുവനായിട്ട് ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഇവരുടെ കാലത്ത് ഇവർ കാണിച്ചു കൂട്ട തെമ്മാടിത്തരങ്ങളാണ്. TP വധക്കേസിലെ പ്രതിയുടെ സുഹൃത്താണ് ഈ പയ്യന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്തിനാ നിങ്ങൾക്ക് പൊള്ളുന്നത്? അപ്പൊ TP കൊന്നത് നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ കൊടിസുരിയുടെ സുഹൃത്താണ്. ആ TP വധക്കേസിൽ അയാൾ നിന്ന ഫോട്ടോ മാത്രമല്ല, ഇന്നത്തെ മാധ്യമ റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ പോലീസ് പറയുന്നത് ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇയാൾ നെഞ്ചക്ക് കൊടുത്തത് ഇയാളുടെയാണ്. ഈ കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്ത് ഇയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പോലീസ് കണ്ടുപിടിച്ചല്ലേ? മറ്റേ ഡിജിറ്റൽ എവിഡൻസ് എടുത്തുകൊണ്ട് കണ്ടെത്തുകയല്ലേ? അയാളെ പ്രതി ചേർക്കാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പാട്രേജ് ഇപ്പോഴേ തുടങ്ങി. പാവപ്പെട്ട അനിൽകുമാർ കുറെ രാഷ്ട്രീയമായ കാര്യങ്ങൾ പറഞ്ഞു നിഖിൽ പൈലറ്റ്. ഞാനൊന്നും മറുപടി പറയുന്നില്ല, കാരണം ഇത് അതിനുള്ള വേദിയല്ല. എനിക്ക് വേണമെങ്കിൽ മറുപടിയായിട്ട് മറ്റേ ഇവിടുത്തെ അഭിമന്യുവിനെ കൊന്ന ആളവസാനം ബോറടിച്ചു പോയി സറണ്ടർ ആയതല്ലേ എന്ന് വരെ ചോദിക്കാം. ഞാൻ അതിന് മറുപടി പറയുന്നത്, ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഒരു തലമുറ മുഴുവൻ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഹാഷ്മി ഞാനും എല്ലാം ഇത്രമാത്രം എന്ന് ചർച്ച ചെയ്ത നമ്മൾ ഇതിനെക്കുറിച്ച് ആകുലരാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ദിവസവും രാവിലെ ഈ വാർത്തകൾ കാണുമ്പോൾ, അതല്ലെങ്കിൽ സമയത്ത് വാർത്തകൾ കാണുമ്പോൾ താനാണ് ഇതിനകത്ത് നടപടി എടുക്കേണ്ടെന്ന് ബോധ്യമുള്ള മുഖ്യമന്ത്രിക്ക് സ്വയം തോന്നില്ലേ ഇതെന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന് തോന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അനിൽകുമാർ കുറെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. മറ്റേ സർജറി വാസ് സക്സസ്ഫുൾ ബട്ട് ദ പേഷ്യന്റ് ഡൈഡ് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നിങ്ങൾ പറയുന്ന ക്രിമിനൽ കേസിന്റെ കണക്കെടുത്തതൊക്കെ ഇതൊക്കെ പല സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന കണക്കുകൾ മാത്രമാണ്. കണക്കുകൾ പിഴവില്ല. ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തെ മൊത്തം പ്രശ്നമാണ്, രാജ്യത്തെ ലോകത്തെ പ്രശ്നമാണ്. പക്ഷെ എന്ന് കാര്യം നമുക്കിവിടെ ഉണ്ടായിരിക്കാൻ പറ്റുമോ? ഇത് ലോകത്തെ മൊത്തം പ്രശ്നമാണ്, അത് കാരണം കേരളം എന്നത് ഉണ്ടായിരിക്കാൻ പറ്റുമോ? അതാണ് ഈ പറഞ്ഞ പഞ്ചാബ് എങ്ങനെ പോട്ടെ, ഗുജറാത്ത് ഏത് വഴിക്ക് പോട്ടെ, നമ്മുടെ നാട്ടിലെ കാക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പറയട്ടെ, അതെ ഹാഷ്മി, അതെ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി കണക്കുകൾ വായിക്കുന്നതിനപ്പുറം എന്താണ് ചെയ്യാൻ പോകുന്നതിനെ സംബന്ധിച്ച് പറയണമായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, 2 IG-മാർക്ക് ചുമതല കൊടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്ക് ഇതിനെ അടിച്ചമർത്താൻ. ചെയ്യാൻ സാധിക്കും. ഓപ്പറേഷൻ കുബേര പോലെ സക്സസ്ഫുൾ ആയി നടത്തിയ ഓപ്പറേഷൻസ് ഇല്ലേ, ചെയ്യാൻ സാധിക്കും. അത് ചെയ്യാൻ തയ്യാറാണോ? അല്ല. നമ്മൾക്ക് ഡി അഡിക്ഷൻ. ഹാഷ്മി, എന്റെ അടുത്ത് ഒരു സുഹൃത്തിന്റെ കുട്ടിയെ സംബന്ധിച്ചൊരു പ്രശ്നത്തിൽ നിൽപ്പുണ്ട്. ആ കുട്ടിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്തത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഐസൊലേഷനും ഡി അഡിക്ഷനുമാണ്. അവര് വർഷങ്ങൾ 2-3 വർഷം ചിലപ്പോൾ എടുക്കേണ്ടി വരും. അവരെന്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയാണ്, അതിന് പറ്റിയ ഒരു സംവിധാനം ഇവിടെയുണ്ട്. ഞാൻ ഈ കേരളത്തിൽ മുഴുവൻ അന്വേഷിച്ചു. 10 ദിവസത്തിൽ കൂടുതൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ പോലും നിർത്തില്ല. അത് കഴിയുമ്പോൾ പറഞ്ഞു വിടുകയാണ്. ഇവർക്ക് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ഡി അഡിക്ഷൻ സെന്റർ പോലും ഇന്ന് കേരളത്തിലില്ല. 40,000-50,000 സമയം പൂർണ്ണമായി കഴിഞ്ഞു. ഇത് മാത്രമല്ല, പ്രാദേശികമായി ഇത്തരം മാഫിയകൾക്കെതിരെ രൂപീകരിക്കുന്ന സമിതികൾക്ക് നേരെ അതത് ഭീഷണി ഉണ്ടാകുന്ന